ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും NIS+2 ഫിസിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർത്ത് മൊഡ്യൂളാണ്. ഫോർത്ത് മൊഡ്യൂളിൽ ആകെ ഒരൊറ്റ ചാപ്റ്റർ മാത്രമേ പഠിക്കാനുള്ളൂ. വേവ് ഫിനോമിന എന്ന ഈ ഒരു ചാപ്റ്റർ മാത്രമാണ് ഫോർത്ത് മൊഡ്യൂളിൽ പഠിക്കാൻ വരുന്നത്. 6 മാർക്സാണ് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റേജ് വരുന്നത്. അപ്പോൾ 6 മാർക്കിന് ആകെ ഒരൊറ്റ ചാപ്റ്റർ പഠിച്ചാൽ മതി. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. വേവ് ഫിനോമിന, വേവ് പ്രൊപ്പഗേഷൻ, അതാണ് അതിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക്ക്. 2 ടൈപ്സ് ഓഫ് പ്രൊപ്പഗേഷൻ വരുന്നുണ്ട് വേവ്സിന്. നമുക്ക് ഫസ്റ്റ് നോക്കാം. പ്രൊപ്പഗേഷൻ ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവിൻ്റെ പ്രൊപ്പഗേഷനാണ് പറയുന്നത്. In a wave motion, the distance between two nearest particles vibrating in the same phase is called a wavelength. Wavelength എന്താണ്? ഒരു വൈബ്രേഷൻ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വേവ് ഉണ്ടാകുമ്പോൾ എന്താണ്, ഒരേ ഫേസിലുള്ള സെയിം ഫേസിലുള്ള നിയറസ്റ്റ് 2 അടുത്തുള്ള പാർട്ടിക്കിൾസിനെ, അതായത് ഒരു ക്രസ്റ്റും ഒരു ട്രഫും. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പൊന്തിയിരിക്കുന്ന ഭാഗം, ട്രഫ് എന്ന് പറഞ്ഞാൽ അടിയിലേക്ക് താന്നിരിക്കുന്നത്. അത് രണ്ടും ആഡ് ചെയ്യുന്നതിന് അതിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ എന്താ പറയുക, വേവ് ലെങ്ത് എന്ന് പറയുന്നത്. എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? ലാംഡ എന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അടുത്തത് വെലോസിറ്റി ഓഫ് വേവ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അതായത് ലാംഡ ബൈ ടി. വെലോസിറ്റി നമ്മൾ പറഞ്ഞു വേവ് ലെങ്ത് ആണ്, ഡിസ്റ്റൻസ് ആണ് നമ്മൾ ലാംഡ എന്ന് പറഞ്ഞത്, ഡിവൈഡഡ് ബൈ ടൈം ആണ് velocity. The wave motion along the string, all particles of the string are oscillating up and down about their respective equilibrium positions with the same period t and amplitude a. എന്താണ് പറയുന്നത്? ഒരു സ്ട്രിങ് നമ്മളിങ്ങനെ വേവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? വൈബ്രേഷൻസ് വരുമ്പോഴാണ്. അപ്പോൾ നമ്മളൊരു സ്ട്രിങ് ഒരു ഹുക്കിൽ എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കമ്പിയിൽ എന്തെങ്കിലും കെട്ടിയിട്ട് മറ്റേ അറ്റം പിടിക്കുക. ആ കയറിന് മറ്റേ അറ്റം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ മുകളിലേക്കും താഴോട്ടും വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് ഒരു വേവ് ഫോം ചെയ്യും. അതിൻ്റെ ടൈം പീരീഡ് എന്തായിരിക്കും? സെയിം ടൈം പീരീഡ് ആയിരിക്കും. ടി എന്ന ടൈം പീരീഡിലായിരിക്കും ഓരോ വേവും ഫോം ചെയ്യുന്നത്. ആംപ്ലിറ്റ്യൂഡും എ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എന്ത് കിട്ടും? ഒമേഗ ഈക്വൽ ടു ആംഗുലർ വെലോസിറ്റി എന്താണ്? 2πv എന്ന് കിട്ടും. ഇവിടെ ലാംഡ നിങ്ങൾ നോട്ട് ചെയ്തത് കണ്ടോ? ഒരു ക്രഫ്റ്റിൻ്റെയും ട്രഫിൻ്റെയും എന്താണ് ഡിസ്റ്റൻസിനെയാണ് ലാംഡ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ വേവ് ലെങ്ത്ത്. പിന്നെ ഒരൊറ്റ ഇതാണെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് എക്സ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുള്ളത്. അടുത്തത് പൊസിഷൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, പ്രൊപ്പഗേഷൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് വേവിൻ്റെ 1 ഡയമെൻഷൻ ഈക്വൽ ടു y ഈക്വൽ ടു a sin ഒമേഗ ടി. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവിനെ പോലെ ഇങ്ങനെ വേവി സ്ട്രക്ചർ ആയിട്ടുള്ളതല്ല. അതിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെ വൈബ്രേഷൻ വരുന്ന പോലെ, ഇങ്ങനെ ആദ്യം ഒന്ന് കുറയുക, പിന്നെ ഒന്ന് കൂടുക അങ്ങനെ ആയിട്ടാണ് അതിൻ്റെ ഇത് വരുന്നത്. നമുക്ക് നോക്കാം. ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് വേവ് ഈസ് 1 ഡയമെൻഷൻ, y ഈക്വൽ ടു a sin ഒമേഗ ടി. ഇത് 1 ഡയമെൻഷണൽ മോഷനാണ്. y ഈക്വൽ ടു a sin ഒമേഗ ടി മൈനസ് 5 x y ഓഫ് x t ഈക്വൽ ടു y a sin ഒമേഗ ടി മൈനസ് kx y ഓഫ് x, t ഈക്വൽ ടു a sin 2π. അവിടെ എന്ത് ചെയ്തു? ഒമേഗക്ക് വാല്യൂ കൊടുത്തു, പിന്നെ 2π/t കൊടുത്ത് kx ലാംഡ ബൈ x ബൈ ലാംഡ എന്ന് കൊടുത്തിട്ടുണ്ട്. ഫൈനൽ ഇക്വേഷൻ എന്താ വരുന്നത്? a sin ഒമേഗ ടി മൈനസ് kx പ്ലസ് 50. അതാണ് അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഓൺ എ വേവ്. 2 പോയിൻറ്റ് y ഈക്വൽ ടു a sin ഒമേഗ ടിയും
y ഈക്വൽ ടു സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സും ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫേസ് ഡിഫറൻസ് നോക്കാം. ഡെൽറ്റ ഫൈ ഈക്വൽ ടു കെ ഡെൽറ്റ എക്സ് ആണ് വരിക. ഡെൽറ്റ ഫൈ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഫേസ് ഡിഫറൻസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു ഡെൽറ്റ എക്സ് ഈക്വൽ ടു മൈനസ് 2π/λ ഇൻറ്റു x2 മൈനസ് x1. ഇതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത്. ഒരു വേവിലെ 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസിൻ്റെ ഇക്വേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയത്. നമ്മൾ സെയിം പൊസിഷനിലുള്ള ഒരു ടൈം ഇൻ്റർവെല്ലിൽ സെയിം പൊസിഷനിൽ വരുന്ന വേവുകളുടെ ഫേസ് ഡിഫറൻസ് നോക്കാം. ചേഞ്ച് ഇൻ ഫേസ് ഡിഫറൻസ് ഈക്വൽ ടു 5 മൈനസ് 5 അതെന്താ 2π/λ ഇൻറ്റു T2 മൈനസ് T1 അത്രേ ഉള്ളൂ. അടുത്തത് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ഇതിൻ്റെ ഡിഫറൻസ് എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. എക്സാമിന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഈ ടേബിൾ അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. എന്നിട്ട് നമുക്കപ്പോൾ ഈസി ആയിട്ട് ചെന്ന് എഴുതാൻ പറ്റും. നമുക്ക് ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും കുറിച്ചുള്ള ഡിഫറൻസ് എന്തൊക്കെയാണവ എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് വരുന്നത് എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾസ് ആർ പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്തിനാണ് പ്രൊപ്പോർഷണൽ? ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും ഡിസ്പ്ലേസ്മെൻറ്റും എന്താണ്, പെർപെൻഡിക്കുലർ ആണ് വരുന്നത്. ട്രാൻസ്വേഴ്സ് വേവിൽ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലർ ആണ്. എന്നാൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് വരുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റും പ്രൊപ്പഗേഷനും സെയിം ഡയറക്ഷനിലാണ് വരുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾസ് ആർ അലോങ് ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. അടുത്തത് ട്രാൻസ്വേഴ്സ് വേവ് ലുക്സ് ആസ് ക്രസ്റ്റ് ആൻഡ് റഫ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ മീഡിയം. നമ്മൾ പറഞ്ഞു ക്രസ്റ്റും റഫും ഉണ്ടാക്കുന്നുണ്ട് ട്രാൻസ്വേഴ്സ് വേവ്. അങ്ങനെ എക്സ് ആക്സിസിന് മുകളിലേക്കുള്ള ഭാഗം ക്രസ്റ്റും താഴേക്ക് നെഗറ്റീവ് പാർട്ടിൽ വരുന്നത് റഫുമാണ് നമ്മൾ പറയുന്നത്. അത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ഗിവ്സ് അപ്പിയറൻസ് ഓഫ് ആൾട്ടർനേറ്റ് കംപ്രഷൻ ആൻഡ് റിഫ്രാക്ഷൻ മൂവിങ് ഫോർവേഡ്. എന്താ പറയുന്നത്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഒരു കംപ്രഷനും പിന്നെ റിഫ്രാക്ഷനാണ് തരുന്നത്. അത് നമ്മൾ പറഞ്ഞ സൗണ്ട് വേവ് അങ്ങനെ മുന്നിലേക്കും ബാക്കിലേക്കും ഇങ്ങനെ അതൊന്ന് കംപ്രസ് ചെയ്യും പിന്നെ ഒന്ന് റിഫ്രാക്റ്റ് ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ട്രാൻസ്വേഴ്സ് വേവ്സ് ക്യാൻ ഓൺലി ബി ട്രാൻസ്മിറ്റഡ് ഇൻ സോളിഡ് ഓർ ഓൺ ദി സർഫേസ് ഓഫ് ലിക്വിഡ്. ട്രാൻസ്വേഴ്സ് വേവ് ഒരു സോളിഡിലോ അല്ലെങ്കിൽ ലിക്വിഡ് സർഫേസിലോ മാത്രമേ ഫോം ചെയ്യത്തുള്ളൂ. എന്നാൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ത് ചെയ്യും, സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും എല്ലാത്തിലും ട്രാവൽ ചെയ്യാൻ കഴിയും. അടുത്തത്, ഇൻ കേസ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസ് ഗ്രാഫ് ഗിവ് ദി ആക്ച്വൽ പിക്ചർ ഓഫ് ദി വേവ് ഇറ്റ് സെൽഫ്. എന്താണ് പറയുന്നത്, നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസ് ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ് എന്ത് ചെയ്യും, അതിൻ്റെ കറക്റ്റ് ചിത്രം നൽകും. എങ്ങനെയാണ് ആ വേവ് അതുപോലെയുള്ള ഫിഗർ നമുക്ക് കിട്ടും. എന്നാൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിലാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. അത് ഡിഫറെൻറ്റ് പൊസിഷൻസിലുള്ള പാർട്ടിക്കിൾസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ കിട്ടുള്ളൂ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ ഫിഗർ ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ. നമുക്ക് അടുത്ത നോക്കാം. എസെൻഷ്യൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി മീഡിയം. പ്രൊപ്പഗേഷൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് മെക്കാനിക്കൽ വേവ്സ് ആർ ദ പാർട്ടിക്കിൾസ് ഓഫ് മീഡിയം മാസ് പ്രോസസ് ചെയ്യുന്ന മീഡിയം ആയിരിക്കും. ദ മീഡിയം മാസ് പ്രോസസ് എലാസ്റ്റിസിറ്റി. മീഡിയത്തിൻ്റെ പ്രത്യേകത എന്താണ്, മാസ് പ്രോസസ് ചെയ്യണം, ഇലാസ്റ്റിസിറ്റി പ്രോസസ് ചെയ്യണം. ഇതാണ് പറയുന്നത്. Longitudinal waves for propagation in a medium require volume elasticity but
ട്രാൻസ്വേഴ്സ് വേവ് നീഡ് മോഡുലസ് റിജിഡിറ്റി. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയത്തിന് എന്താ വേണ്ടത്? വോളിയം ഇലാസ്റ്റിസിറ്റി വേണം. എന്നാൽ ട്രാൻസ്വേഴ്സ് വേവിന് എന്താ മോഡുലസ് റിജിഡിറ്റി ആണ് വേണ്ടത്. അടുത്തത് വെലോസിറ്റി ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ് ഇൻ എ ഇലാസ്റ്റിക് മീഡിയം. ഇലാസ്റ്റിക് മീഡിയത്തിലുള്ള വേവിൻ്റെ ട്രാൻസ്വേഴ്സ് വേവിൻ്റെയും ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെയും വെലോസിറ്റിയാണ്. അതിനെന്താണ് ന്യൂട്ടൺ ഫോർമുല ആണ് ഇതാക്കുന്നത്. ന്യൂട്ടൺ ഫോർമുല ഓഫ് സൗണ്ട് ഇൻ ഗ്യാസ്. ഗ്യാസിലുള്ള സൗണ്ടാണ് ന്യൂട്ടൺ കണ്ടെത്തിയിട്ടുള്ളത്. എ റിലേഷൻ ഫോർ ദി വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഗ്യാഷ്യസ് മീഡിയം V ഈക്വൽ ടു √P/ρ. വിൻ്റെ വെലോസിറ്റി ഇൻഡിക്കേഷൻ എന്താ? √P/ρ എന്നാണ് ന്യൂട്ടൺ പറയുന്നത്. അടുത്തത് ലാപ്ലേസസ് കറക്ഷൻ. അതെന്താണ്? ദ ചേഞ്ച് ഇൻ പ്രഷർ ഓഫ് എയർ ലെയർ കോസ്ഡ് ബൈ പാസേജ് ഓഫ് സൗണ്ട് ടേക്സ് പ്ലേസ് അണ്ടർ അഡിയാബാറ്റിക് കണ്ടീഷൻ. എന്താണ് ലാപ്ലേസ് പറയുന്നത്? അഡിയാബാറ്റിക് കണ്ടീഷനിൽ സൗണ്ട് എന്ത് ചെയ്യാണ്? എയർ ലെയർസിൻ്റെ പ്രഷർ ചേഞ്ച് ചെയ്യുന്ന പോലെ പാസ് ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാപ്ലേസസ് കറക്ഷൻ എന്ന് പറയുന്നത്. എയർ ഈസ് ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. എയർ എന്താ പറയുന്നത്? ഹീറ്റിനെ വല്ലാതെ കണ്ടക്ട് ചെയ്യില്ല. ഹീറ്റിൻ്റെ ബാഡ് കണ്ടക്ടറാണ് എയർ. കംപ്രഷൻ ആൻഡ് റിഫ്രാക്ഷൻ കോസ്ഡ് ബൈ സൗണ്ട്സ് ആർ ടു റാപ്പിഡ് ടു പെർമിറ്റ് ഹീറ്റ് ടു ഫ്ലോ ഔട്ട് ഡ്യൂറിങ് കംപ്രഷൻ ആൻഡ് ഫ്ലോയിങ് ഡ്യൂറിങ് റിഫ്രാക്ഷൻ. എന്താ പറയുന്നത്? കംപ്രഷനും റിഫ്രാക്ഷനും എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? സൗണ്ട്സ്. സൗണ്ട്സ് എന്താ? ടു റാപ്പിഡ് പെർമിറ്റ് ദാൻ ഹീറ്റ് ടു ഫ്ലോ ഔട്ട് ഡ്യൂറിങ് കംപ്രഷൻ ആൻഡ് ഫ്ലോയിങ് ഡ്യൂറിങ് റിഫ്രാക്ഷൻ. കംപ്രഷനും റിഫ്രാക്ഷനും ഉണ്ടാകുന്ന സൗണ്ട് മേക്ക് ചെയ്യുമ്പോഴാണ് കംപ്രഷനും റിഫ്രാക്ഷനും ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അതിൻ്റെ വെലോസിറ്റി എന്താ വരുന്നത്? അതിനൊരു ഗാമ ഇട്ടെടുത്താൽ മതി. എയറിലുള്ള ഗ്യാസിലുള്ള വെലോസിറ്റീൻ്റെ അതിനെന്ത് ചെയ്യുക? ഒരു ഗാമ ഇട്ടെടുക്കുക. V ഈക്വൽ ടു √P/ρ ആണ്. അപ്പോൾ അതിൻ്റെ ഫൈനലായിട്ട് വരുന്നത്. നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് വരുന്നത് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ്. വേവ്സിൻ്റെ സൂപ്പർ പൊസിഷനെ കുറിച്ചാണ് ഇനി പഠിക്കാനുള്ളത്. എന്താണ് പറയുന്നത്? അറ്റ് ദ പോയിൻറ്റ്സ് വേർ ടു pulses overlap, the resultant displacement is vector sum of the displacement due to each of the two wave pulses. This is called principle of superposition. എന്താണ് സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ? രണ്ട് വേവ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് ഈ സൂപ്പർപോസ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? രണ്ട് വേവ്സും തമ്മിൽ ആഡ് ചെയ്യുക. അങ്ങനെയുള്ള വേവ്സിനെയാണ് നമ്മൾ അങ്ങനെയുള്ള ഫിനോമിനയാണ് നമ്മളെന്ത് പറയുന്നത്? സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എ എന്ന ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഈ ഡോട്ടഡ് ലൈനിൽ കാണിക്കുന്ന വേവ്സും ഒരു ഇതിൽ കാണിക്കുന്ന വേവ്സും എന്താണ്? തമ്മിൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ബി എന്ന പോലൊരു ഫിഗർ കിട്ടും. പിന്നെ അത് മൂവ് ചെയ്താൽ എന്താവും? സി എന്ന പോയിൻ്റ് കിട്ടും. അതാണ് എ എന്ന പോയിൻ്റ് സൂപ്പർ പൊസിഷൻ കാണുന്നത്. ബിയിൽ കാണുന്നത് അതാണ്. നമുക്ക് വേറൊരു ഫിഗർ നോക്കാം. ഡി എന്ന ഫിഗറിൽ നോക്കൂ. ഒരു ക്രസ്റ്റും ട്രഫും തമ്മിലാണ് കൂട്ടിമുട്ടുന്നത്. എയിൽ നമ്മൾ രണ്ട് ക്രസ്റ്റുകൾ തമ്മിലാണ് കൂട്ടിമുട്ടിയത്. അത് സൂപ്പർപോസ് ചെയ്തിട്ട് ബി എന്ന ഫിഗർ കിട്ടി. നമുക്ക് ഡിയിൽ ഒരു ക്രസ്റ്റും ട്രഫും തമ്മിൽ സൂപ്പർപോസ് ചെയ്യുമ്പോൾ ഉണ്ടോ സി എന്ന ഫിഗർ കിട്ടുന്നുണ്ട്. അത് രണ്ടും ഓപ്പോസിറ്റ് സൈഡാണ്. അതാണ് അതിൻ്റെ സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ. പിന്നീട് അത് നേരെ ഓപ്പോസിറ്റ് പോകുന്നു. അതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഇപ്പോൾ മനസ്സിലായില്ല എന്താണെന്ന് നമുക്ക് നോക്കാം. അറ്റ് ദി പോയിൻറ്റ്സ് വേർ ദ ടു പൾസസ് ഓവർലാപ്പ്,
The resultant displacement is the vector sum of displacement due to each of two wave pulses. This is called principle of superposition. എന്താണത്? വെക്റ്റർ സമ്മാണ്. ഈ ഓരോ ക്രസ്റ്റിൻ്റെയും ട്രഫിൻ്റെയും കൂട്ടിമുട്ടുമ്പോഴുള്ള വെക്റ്റർ സമ്മിനെയാണ് നമ്മൾ എന്താ പറയുക? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അടുത്തതാണ് സ്റ്റാൻഡിങ് ഓർ സ്റ്റേഷനറി വേവ്. സ്റ്റാൻഡിങ് വേവ് നമുക്ക് എന്താണ് സ്റ്റാൻഡിങ് വേവ്? വെൻ ടു ഐഡൻറ്റിക്കൽ വേവ്സ് ഓഫ് സെയിം ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി ട്രാവലിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിത്ത് സെയിം സ്പീഡ്. എന്താ പറയുന്നത്? രണ്ട് ഐഡൻറ്റിക്കൽ വേവ്സ് സെയിം ആംപ്ലിറ്റ്യൂഡിലും സെയിം ഫ്രീക്വൻസിയിലും ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് എന്ത് ചെയ്യും? തമ്മിൽ സൂപ്പർ ഇമ്പോസിബിൾ ആകും. എന്താ? സൂപ്പർ പൊസിഷൻ നടക്കും. ഈച്ച് അതർ രണ്ട് തമ്മിലും എന്താവും? സൂപ്പർ ഇമ്പോസിബിൾ ആവും. രണ്ടും ആഡ് ചെയ്യപ്പെടും. ദ റിസൾട്ടൻറ്റ് വേവ് ഡസ് നോട്ട് ട്രാവൽ ഇൻ ദി എയ്തർ ഡയറക്ഷൻ ഈസ് കാൾഡ് സ്റ്റേഷനറി ഓർ സ്റ്റാൻഡിങ് വേവ്. റിസൾട്ടൻറ്റ് വേവ് എന്ത് ചെയ്യുന്നില്ല? രണ്ടിൻ്റെയും ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിനെ എന്ത് പറയും? സ്റ്റേഷനറി വേവ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് വേവ് എന്ന് പറയും. അപ്പോൾ ഞാൻ പറയാം, ഇവിടെ ഇങ്ങനെ ഒരു ബ്ലൂ കളറിലൊരു വേവ് സഞ്ചരിക്കുന്നുണ്ട്, റെഡ് കളറിലും പോകുന്നുണ്ട്. രണ്ടും എന്താണ്? സെയിം ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയൊക്കെ ആണ്, ബട്ട് എന്താണ്? അത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ സൂപ്പർഇമ്പോസ് ചെയ്യണം അല്ലെങ്കിൽ ആഡ് ചെയ്യാണ്. അപ്പോൾ അതെന്തായിരിക്കും? ആൻസർ 0 ആയിരിക്കും. അതിൻ്റെ വെക്റ്റർ സമ്മ് വരുന്നത് 0 ആയിരിക്കും. കാരണം ഒരു ക്രസ്റ്റും ട്രഫും എല്ലാം ഈക്വലാണ്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയുള്ള വേവ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റേഷനറി ഓർ സ്റ്റാൻഡിങ് വേവ് എന്ന് പറയുന്നത്. അതാണ് ഇത് മനസ്സിലായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സ്റ്റേഷനറി ഓർ സ്റ്റാൻഡിങ് വേവ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ പഠിച്ചത് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്നാണ് അധികം ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു വരുന്നത്. സൂപ്പർ പൊസിഷൻ ഓഫ് വേവ് എന്താണ്, എങ്ങനെയാണെന്ന്. അപ്പോൾ ഈ ഫിഗറൊക്കെ നോക്കി നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്തായിരുന്നു സൂപ്പർ പൊസിഷൻ? രണ്ട് വേവ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അതിൻ്റെ രണ്ട് വേവുകളുടെ വെക്റ്റർ സമ്മ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിൻ്റെ വെക്റ്റർ സമ്മിനെയാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ എ എന്നതിൽ രണ്ട് വേവ്സ് ആഡ് ചെയ്തു. രണ്ട് ക്രഫായിരുന്നു. അത് രണ്ട് ആഡ് ചെയ്തിട്ട് ബി എന്ന പോലെ സൂപ്പർ ഇമ്പോസ് ചെയ്തായി. പിന്നെ അത് അതിൻ്റെ തന്നെ ഡയറക്ഷനിൽ അങ്ങനെ പോയി. അതുപോലെ തന്നെ ഡി നോക്കുകയാണെങ്കിൽ സൂപ്പർ ഇമ്പോസ് ആയിട്ടൊരു ഇതായിട്ടുണ്ട് ഡീൻ്റെ. അപ്പോൾ ഡി എന്തായിരിക്കും? ഒരു സ്റ്റേഷനറി വേവ് ആയിരിക്കും എന്ന് പറയാം. കാരണം അത് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? 0 ആണ്. അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് അതിൻ്റെ വെക്റ്റർ സം എന്താണ്? 0 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റേഷനറി ഓർ സ്റ്റാൻഡിങ് വേവും സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സും നന്നായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇവിടുന്ന് വരുന്നത്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ. ഇനി നമുക്ക് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ അത് രണ്ടും സ്റ്റേഷനറി വേവും സ്റ്റാൻഡിങ് വേവും നന്നായിട്ട് പഠിക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇവിടുന്ന് തന്നെ നല്ല മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബാക്കിയുള്ള ടോപ്പിക്സൊന്നും സ്റ്റാൻഡിങ് വേവ് സ്റ്റേഷനറി വേവ് ഒക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. എന്നാലും ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ബീറ്റ്സ് എന്ന ഈ ഒരു പാർട്ടിൽ നിന്നാണ്. നമുക്ക് ഇനി ഈ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടിലേക്ക് കടക്കാം. When two sound waves are nearly same amplitude and slightly different frequency, ഇതെങ്ങനെയുള്ള കണ്ടീഷനാണ് പറയുന്നത്? ഒരു അപ്രോക്സിമേറ്റ് ഒരു സെയിം ഫ്രീക്വൻസി ഉള്ള രണ്ട് വേവ്സ്. പിന്നെ ഫ്രീക്വൻസിയിലും എന്താണ്? ചെറിയ മാറ്റമേ ഉള്ളൂ ഫ്രീക്വൻസിയിൽ.
ആംപ്ലിറ്റ്യൂഡ് എന്താണ്, ഏകദേശം സെയിം ആണ്. അങ്ങനെയുള്ള രണ്ട് സൗണ്ട് വേവ്സ് ട്രാവലിംഗ് ഇൻ ദി സെയിം ഡയറക്ഷൻ ആർ സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ ഈച്ച് അതർ. എന്താണ് പറയുന്നത്, അങ്ങനെയുള്ള രണ്ട് വേവ്സ് സൗണ്ട് വേവ്സ് സെയിം ഡയറക്ഷനാണ്. അവ എന്ത് ചെയ്തു, സൂപ്പർ ഇമ്പോസ് ചെയ്താൽ ആൾട്ടർനേറ്റ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ സൗണ്ട് ഇൻറ്റൻസിറ്റി ആർ ഹിയേർഡ്. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, സൗണ്ടിൽ ആൾട്ടർനേറ്റ് മാറ്റം വരുന്നത്. ആൾട്ടർനേറ്റ് പറഞ്ഞാൽ ഒന്ന് സൗണ്ട് കൂടുക, ഒന്ന് കുറയുക, ഒന്ന് കൂടുക. നിങ്ങൾ പാട്ടിലൊക്കെ കേട്ടിട്ടില്ലേ, ബീറ്റ്സ് ഒന്ന് സൗണ്ട് ഒന്നാണ് കൂടും, പിന്നെ ഒന്ന് കുറയും, അങ്ങനെയായിരിക്കും വരുന്നത്. അങ്ങനെയുള്ള ആ ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബീറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ് കണ്ടീഷൻ പറഞ്ഞത്, രണ്ട് സൗണ്ട്സ് വേവ്സ് അതെന്താ ചെയ്യുന്നത്, ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയിലും ചെറിയ മാറ്റം, ഓൾമോസ്റ്റ് അത് ഈക്വലാണ്, ചെറിയ മാറ്റമാണുള്ളത്. അങ്ങനെയുള്ള വേവ്സ്, സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വേവ്സിനെ നമ്മൾ ആഡ് ചെയ്യുക, സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവയുടെ സൗണ്ടിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ആൾട്ടർനേറ്റ് ഇൻക്രീസും ഡിക്രീസും കിട്ടും അവയുടെ സൗണ്ട് ഇൻറ്റൻസിറ്റിയിൽ. അതിനെയാണ്, ആ ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബീറ്റ്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, പഠിച്ചു വെക്കണം. ഇൻക്രീസ് ഇൻ സൗണ്ട് ഇൻറ്റൻസിറ്റി ഈസ് കാൾഡ് വാക്സിങ്. സൗണ്ട് ഇൻറ്റൻസിറ്റി കൂടുന്നതിനെ നമ്മൾ എന്ത് പറയും, വാക്സിങ് എന്ന് പറയും. ഡിക്രീസ് ഇൻ സൗണ്ട് ഇൻറ്റൻസിറ്റി ഈസ് കാൾഡ് വാനിങ്. സൗണ്ട് ഇൻറ്റൻസിറ്റി കുറയുന്നതിനെ നമ്മൾ വാനിങ് എന്നും പറയും. ഇതാണ് ബീറ്റ്സ്. നമുക്ക് ഒരു ബീറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ബീറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഒരു ബീറ്റ് ഈക്വൽ ടു ഒരു വാക്സിങ് പ്ലസ് ഒരു വാനിങ്. 1 ബീറ്റ് ഈക്വൽ ടു 1 വാക്സിങ് പ്ലസ് 1 വാനിങ്. അപ്പോൾ ഒരു ബീറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു വാക്സിങ്ങും ഒരു വാനിങ്ങും കൂട്ടണം. അതായത് ഒരു സൗണ്ട് കൂടിയൊരു സൗണ്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് സൗണ്ട് കുറയുന്നതും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഒരു ബീറ്റ് കിട്ടുന്നത്. എന്തായിരുന്നു ബീറ്റ്, വെൻ ടു സൗണ്ട്സ് ട്രാവൽസ് ഓഫ് നിയർലി സെയിം ആംപ്ലിറ്റ്യൂഡ് ആൻഡ് സ്ലൈറ്റ്ലി ഡിഫറൻറ്റ് ഫ്രീക്വൻസീസ് ട്രാവലിംഗ് ഇൻ ദി സെയിം ഡയറക്ഷൻ ആർ സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ ഈച്ച് അതർ. Alternate increase and decrease in sound's intensity are heard. This phenomenon is called beats. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, ചാപ്റ്ററിൽ ലാസ്റ്റ് ടോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്ത, ബീറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഇവിടെ നിന്നാണ് അധികം ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുള്ളത്. പിന്നെ സ്റ്റാൻഡിങ് ഓർ സ്റ്റേഷനറി വേവ്, പിന്നെ നമ്മൾ പറഞ്ഞു സൂപ്പർ ഇമ്പോസിഷൻ ഓഫ് വേവ്സ് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ പഠിച്ചത് ലാപ്ലേസസ് കറക്ഷനാണ്. അതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അധികം അവിടെ നിന്നൊന്നും ചോദിക്കാറില്ല. അതുപോലെ തന്നെ ഇക്വേഷൻസും ചോദിക്കാറില്ല. വെലോസിറ്റീൻ്റെ ഇക്വേഷനും അതൊന്നും ചോദിക്കാറില്ല. പിന്നെ ഇത് പാർട്ടിക്കിൾസ് ഓഫ് മീഡിയം മസ്റ്റ് പോസസ് മാസ്. അതെന്താ പറഞ്ഞത്, എസെൻഷ്യൽ പ്രോപ്പർട്ടീസാണ്. മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരുന്നു, മീഡിയം മാസ് പോസസ് ചെയ്യണം, പിന്നെ അതുപോലെ എലാസ്റ്റിസിറ്റിയും പോസസ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ ട്രാൻസ്വേഴ്സ് വേവ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് നമ്മൾ പഠിച്ചു, ഡിഫറൻസസ് പഠിച്ചു. ഈ ബോക്സ് ഇതുപോലെ തന്നെ മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സാമിന് ചോദിച്ചാൽ ഈസി ആയിട്ട് എഴുതാം. അടുത്തത് നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, ട്രാൻസ്വേഴ്സ് വേവിനെ മാത്രം കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ പോയിൻറ്റ്സ് എഴുതാം. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിലുള്ള പോയിൻറ്റ്സ് എഴുതാം. രണ്ടിനെയും കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഈ പോയിൻറ്റ്സ് എഴുതാം. അപ്പോൾ അത് പഠിച്ചു വെച്ചാൽ എവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ ഈ രണ്ട് ഇത് പഠിച്ചു വെക്കുക. പിന്നെ എന്താ, ഇത് പഠിച്ചു, ലോഞ്ചിറ്റ്യൂഡിനൽ വേവും അതിൻ്റെയും ട്രാൻസ്വേഴ്സ് വേവിൻ്റെയും പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് പഠിച്ചു. ഇത്രയേ ഉള്ളൂ. വേവ് ഫിനോമിന എന്ന ചാപ്റ്റർ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 4th മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്തു. 6 മാർക്സ് വെയിറ്റേജ് വരുന്ന മൊഡ്യൂളായിരുന്നു 4th മൊഡ്യൂൾ. ആ മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.